സംസാരിക്കുന്നുണ്ടോ? സോറി, അത് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്. എന്റെ പേര് സ്നേഹ. ഞാൻ അഫാസ് വെൽനസിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. അതിന്റെ റിവിഷൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് അതിലേക്ക് പോവാം. അപ്പം നമ്മള് ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. ഫസ്റ്റ് അതിൽ സെക്ഷൻ എ എന്ന് പറയുമ്പം 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ തന്നെ 2 എണ്ണം എഴുതാനാ പറയുന്നത്. ഒരു ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്ക് ആയിരിക്കും. സോ 2 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. എക്സ്പ്ലെയിൻ ദ സിംറ്റംസ് ആൻഡ് കോസസ് ഓഫ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഡിസ്ക്രൈബ് ദ ടെക്നിക്സ് ഫോർ ഹെൽപ്പിംഗ് ചിൽഡ്രൻ വിത്ത് ADHD. ഇതെന്ന് പറയുന്നത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരു 2015 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. പൊതുവെ സെക്ഷൻ എയിലാണ് കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് സെക്ഷൻ സിയിലും കണ്ടിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസറിലേക്ക് വരുന്നത് യൂണിറ്റ് 4-ലാണ്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ഇല്ല, ബ്ലാക്ക് ആയിട്ടാ കാണുന്നത്. ഇപ്പൊ കാണാം. ഇപ്പൊ ഓക്കെ അല്ലേ? സോ നമ്മൾ യൂണിറ്റ് 4 ഇപ്പൊ ADHD പറ്റിയിട്ടാണ് ചോദിച്ചത്. അപ്പം ഇവിടെ ഉള്ളതില് ആദ്യത്തെ 3 പോയിന്റ്സ് കണ്ടില്ലേ, ചിൽഡ്രൻ ആൻഡ് ഡിസോർഡേഴ്സ്. അത് ഈ യൂണിറ്റിലെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ കമ്പൽസറി ആയിട്ട് എഴുതേണ്ട ഒരു സാധനമാണ്. അത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫിൽ എഴുതേണ്ട ആണിത് 3 എണ്ണം. പറ്റുവാണെങ്കിൽ കൗൺസിലിംഗിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഇപ്പൊ ഗൂഗിളിലോ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എഴുതുന്നത് നല്ലതായിരിക്കും ഫസ്റ്റത്തെ പാരഗ്രാഫിൽ. എന്നിട്ടാണ് ഇത് എഴുതേണ്ടത്. Children who are unable to master academic work when their classmates are able to, it would indicate that these children are having some serious problem in learning. ഇപ്പോ നമ്മൾ എന്തിനാണ് ഒരു കുട്ടികളെ നമ്മൾ ക്ലാസ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഒരേ ലെവൽ ഓഫ് കേപ്പബിലിറ്റീസ് ആയിരിക്കും, IQ ലെവലായിരിക്കും. അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷന്റെ ഒരു സ്പാൻ ഉണ്ട്. അവർക്ക് ഇത്ര സാധനം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഒരു ക്ലാസ് വൈസ് ഏജിന്റെ ഗ്രൂപ്പ് ബേസിസിൽ നമ്മൾ അവരെ ഡിവൈഡ് ചെയ്ത് വെക്കുന്നത്. സോ എല്ലാവർക്കും ഈക്വലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കുറച്ച് സീരിയസ് ആയിട്ട് എന്തോ ഒരു ഹെൽത്ത് കണ്ടീഷൻ അത്യാവശ്യമായിരിക്കും. സോ ദ കൗൺസിലർ മസ്റ്റ് കീപ് ഇൻ മൈൻഡ് that if these childhood problems are solved, then there are chances that these children, when grow up as adults, may suffer from low self-esteem, depression, anxiety, inferiority complex, etc. and may also develop some or the other personality disorder in later years of life. Many of the untreated children are likely to progress into severely mental ill adults. അതായത്
ഇപ്പൊ ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മേ ബി ഓക്കെ ഒരു ആങ്ഷ്യസ്നെസിന്റെ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഡിസോർഡറിന്റെ സിംറ്റംസ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് മാത്രം പറ്റുന്നില്ല, എന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ എന്റെ ബുദ്ധി കുറഞ്ഞിട്ടാണോ, അങ്ങനെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് വന്നേക്കാം. അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോയേക്കാം. അതായത് എല്ലാവർക്കും പറ്റുന്നുണ്ട്, എനിക്ക് മാത്രം പറ്റുന്നില്ല, എനിക്ക് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം, അതായത് എന്നിലുള്ള എന്റെ വിശ്വാസം വളരെ കുറവായിരിക്കും. കാരണം ഞാൻ നോക്കുമ്പോൾ എന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എന്റെ കഴിവ്, ബാക്കി കഴിവുകളുള്ള വിശ്വാസം കൂടെ എനിക്ക് അവിടെ കുറഞ്ഞു കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ടൈമിൽ അറ്റൻഡ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വലുതാകുമ്പോൾ സിവിയർ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസിലേക്ക് പോയേക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD എന്ന് നോക്കാം. ആ സ്ക്രീൻ കാണുന്നുണ്ടോ? വിസിബിൾ ആണോ? സ്ക്രീൻ പിന്നെയും പോയി. എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് കുറച്ച് ടൈം എടുക്കും, ഒരു മിനിറ്റ്. ഇപ്പൊ റെഡി ആയില്ലേ? ഹലോ, കാണുന്നുണ്ടോ സ്ക്രീന്? ഉണ്ട്. സോ ഗോൾഡ്മാനിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തത്. ഗോൾഡ്മാൻ et al. ADHD, often referred to as hyperactivity, is characterized by difficulties that interfere with effective task-oriented behavior in the children, particularly impulsivity, excessive motor activity, and difficulties in sustaining attention. ഇപ്പൊ ഗോൾഡ്മാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് ഒരു കുട്ടീനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് ADHDന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് വരുമ്പം ഇവർക്ക് അത് വേണ്ട രീതിയിൽ, അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവാം. അതിൽ എങ്ങനെയൊക്കെയാണ് ഇത് കാണുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. ഇമ്പൾസീവ് എന്ന് വെച്ചാൽ എന്താ പറയാ, പെട്ടെന്ന് ഒരു തോട്ടിന്റെ പുറത്ത് ആക്ട് ചെയ്തിരിക്കും, ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ല. എല്ലാം ഭയങ്കര എക്സസീവ് ആയിട്ട് മോട്ടോർ ആക്ടിവിറ്റി, അതായത് കൈ എന്തെങ്കിലും എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക, എണീക്കുക, എന്തെങ്കിലും ടാപ്പ് ചെയ്യുക, അങ്ങോട്ട് അടക്കുക ഇങ്ങോട്ട് അടക്കുക. അല്ലെങ്കിൽ അവർക്ക് അറ്റൻഷൻ, ഒരു സാധനത്തിലേക്ക് അവർക്ക് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും. അപ്പം ADHDന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ADHD hyperactive children show excessive or exaggerated muscular activity such as aimless or hazard running or fidgeting. അതായത് ഇവർക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പം പൊതുവേ നമ്മൾ കളിക്കുന്ന കാണാം, ചെയ്യുന്നൊക്കെ കാണാം. പക്ഷെ ഇവര് കുറച്ച് ഒരു നോർമൽ സ്ഥാനത്ത് നിന്ന് കുറച്ചുകൂടെ ഒരു ഹൈപ്പർ ആയിരിക്കും. അതായത് ഇവർക്ക് ഒരു സ്ഥലത്ത് ഇവരെ പിടിച്ചിരുത്തിയാൽ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് മാത്രമല്ല, ഇവർക്കിപ്പം ഇവരുടെ അടുത്ത് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ അവർക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് അവര് ചിലപ്പം ഒരു എയിം ഇല്ലാതെ എയിംലെസ് ആയിട്ട് പെട്ടെന്ന് നടക്കുകയായിരിക്കും, പെട്ടെന്ന് ഓടുകയായിരിക്കും. അല്ലെങ്കിൽ ഫിജറ്റ്, അതായത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇടയ്ക്ക് കേട്ടില്ല. ഫിഡ്ജറ്റിംഗ് വരെ അത് എക്സ്പ്ലെയിൻ കേട്ടില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ കുറെ കുട്ടികളെ കാണാറില്ല, ഇപ്പൊ ഒരു സ്ഥലത്ത് ഇരുന്നാല് ഭയങ്കരമായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു പെണ്ണെടുക്കുക, വരച്ചുകൊണ്ടിരിക്കുക. അതായത് റെസ്റ്റ്ലെസ് ആയിരിക്കും. ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടേ നിൽക്കേണ്ടി വരും. ഭയങ്കര ഇപ്പൊ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ 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 കളിച്ചുകൊണ്ടേ നിൽക്കുക. ആൾക്ക് ഒരു കാം പോസ്ചർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിഫിക്കൽട്ടി ഇൻ സസ്റ്റെയിനിങ് അറ്റൻഷൻ. അതായത് ഇപ്പം നമ്മളിവിടെ ക്ലിനിക്കിലൊക്കെ ADHD ഉള്ള പിള്ളേരൊക്കെ വരുമ്പം, ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പിലൊക്കെ പോയപ്പോ കണ്ടിട്ടുണ്ട്, ഇവരെടുത്തൊരു കാര്യം പറയണമെങ്കിൽ ലൈക്ക് എന്താ പറയാ, ഞാനിപ്പം എത്രയോ തവണ ഇങ്ങനെ
ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര എംബാരസ്ഡ് ആയി പോയിട്ട്. കാരണം ഇവർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയി ഇരിക്കുകയായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സാധനം ഇങ്ങനെ മാറ്റുന്നു, ബ്ലോഗ്സ് ഒക്കെ നമ്മൾ കൊടുത്താൽ അത് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നു, അത് അതിന്റെ ഇതിൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവർക്ക് കേൾക്കേണ്ടവർ അങ്ങനെ ഇരിക്കും, നമുക്ക് ആൻസർ ഒന്നും തരുന്നുണ്ടാവില്ല. അപ്പൊ ഇവരുടെ അടുത്ത് നമ്മൾ എത്തി നിൽക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പറയേണ്ടിയും വരും. മാത്രമല്ല അവരെ അറ്റൻഷൻ ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. അതിന് ഇന്ന രീതിയിൽ ചെയ്താൽ ഒരാളെ അറ്റൻഷൻ ഗ്രാസ്പ് ചെയ്യാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ കുട്ടികളും ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അവർക്ക് എന്താണോ പറ്റുന്ന രീതിയിൽ ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനുണ്ടാവുക. അപ്പൊ പൊതുവെ ADHD കുട്ടികൾ എന്ന് പറയുമ്പം അറ്റൻഷൻ അവർക്ക് വളരെ കുറവായിരിക്കും. അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. രണ്ടാമത്തേത് ഹൈലി ഡിസ്ട്രാക്ടബിൾ ആൻഡ് ഫെയിൽ ടു ഫോളോ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പം ഇവരടുത്ത് ഞാൻ പറയാണ് ഒരു സാധനം ബോർഡിൽ ഇപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടോയ് വെച്ചിട്ട് ഒരു പസിൽ കൊടുത്തിട്ട് ഇത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറയാം. ചിലപ്പോൾ ഇവർ ആദ്യത്തെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ചിലപ്പോൾ ചെയ്തേക്കാം മാക്സിമം. പിന്നെ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അത് ബോറടിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ഇത് പോരാ എന്നുള്ളൊരു സാധനം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അവരോട് ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു വണ്ടി കൂടെ പോയാൽ പിന്നെ ആ വണ്ടിന്റെ പിന്നാലെ അവരെ അറ്റൻഷൻ അതിലെന്തെങ്കിലും ഒരു മോട്ടോറിന്റെ ഒച്ചയായിരിക്കും, അല്ലെങ്കിൽ ഹോണിന്റെ ഒച്ചയായിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ അവര് ആ വണ്ടിന്റെ ഇപ്പുറത്തൂടെ പോയ വേറെ ഒരാളെ നോക്കി അങ്ങനെ നമ്മൾ പറയുന്ന കാര്യത്തിൽ അവരുടെ തീരെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, പെട്ടെന്ന് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാനും പറ്റും. അടുത്തത് ഡു നോട്ട് റെസ്പോണ്ട് ടു ദ ഡിമാൻഡ്സ് പ്ലേസ്ഡ് ഓൺ ദം. അവരോടടുത്ത് നമ്മൾ പറയാണ് ഇന്ന ടൈമില് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30 ആണ്, 8:30ക്ക് കറക്റ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവരെടുത്ത് ഇന്ന സാധനം കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ അവരെ കൊണ്ട് അത് പറ്റുന്നില്ല. അപ്പോഴേക്കും അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് അവരെ കോൺസെൻട്രേഷൻ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇമ്പൾസീവ് ബിഹേവിയർ. ADHDന്റെ ഏറ്റവും വലിയൊരു കീ ഫീച്ചർ ആണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ADHD പിള്ളേരെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കേയില്ല. അപ്പം അത് അടങ്ങിയിരിക്കില്ല എന്ന് പറയുമ്പോൾ മെജോറിറ്റി ആ ഏജിലുള്ള പിള്ളേരൊക്കെ അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. അതായത് മനസ്സിലാവും പിന്നെ അടുത്ത ബോർഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകുന്നു, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും തൂക്കിയിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു. ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. അപ്പത്തെ ആ ഒരു തോട്ടിന്റെ പുറത്തേക്ക് അവർ ആക്ട് ചെയ്യുക. ഓക്കെ, ടോളറൻസ്. അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനത്തിന്റെ കൂടെ അവർക്ക് തീരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇത് ഓക്കെ അല്ല എന്ന് കണ്ടാൽ അപ്പൊ അവർ അടുത്തേക്ക് മാറും. അവർക്ക് അതിലൊരു സാധനത്തിലേക്ക് ഓക്കെ ക്ഷമ എന്ന് പറയുന്ന സാധനം കുറവാണ്. അവർക്ക് എന്തെങ്കിലും വിചാരിച്ചാൽ അപ്പൊ അത് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഓക്കെ, sometimes low IQ, below average, but not always at times. They are socially intrusive. അതായത് ചില കേസിൽ ഇപ്പൊ ADHD ഉള്ള പിള്ളേർക്ക് IQ എന്ന് പറയുന്നത് ബിലോ ആവറേജ് ആയിരിക്കും. പക്ഷെ അത് എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അവര് സോഷ്യലി ഇൻട്രൂസീവ് ആയിരിക്കും. അതായത് ഇപ്പം സോഷ്യലി ഇൻട്രൂസീവ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ സാറേ ഇത് ഓഫായി പോയതാട്ടോ സാർ. അപ്പം സോഷ്യലി ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ ഇവർക്ക് കറക്റ്റ് ഒരു ബൗണ്ടറി വെക്കാൻ അറിയില്ല. അതായത് ഞാൻ ഇന്ന കാര്യത്തിലൊന്നും ആരെയൊന്നും ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് അവരെ സ്പേസ് ആണ്, അവരെ സാധനമാണ്, ഞാൻ എപ്പം സംസാരിക്കണം എപ്പം സംസാരിക്കരുത്, ഇതൊന്നും അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അതിപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം പിള്ളേർക്ക് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ എന്ന്. പക്ഷെ എന്നാലും ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് അറിയില്ല ഓക്കെ ഒരു സോഷ്യൽ സെറ്റിംഗിൽ പോയാൽ ഇന്ന രീതിയിലായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യുക. ഇവർക്ക് ഇരിക്കാനേ പറ്റില്ല, എപ്പോഴും ഓടി നടക്കുകയായിരിക്കും. അതും നടക്കാന്ന് പറയാൻ പറ്റില്ല, ഓടി നടക്കുകയായിരിക്കും. അവർക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാനേ പറ്റില്ല. സോ അവർക്ക് ഭയങ്കര ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രൂസീവ്, അതായത് ഇടിച്ചു കയറി സംസാരിക്കുന്ന രീതിയിലായിരിക്കും. അടുത്തെന്ന് പറഞ്ഞാല് ഹാവ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഇൻ ഗെറ്റിംഗ് അലോങ് വിത്ത് യുവർ പാരന്റ്സ് ബിക്കോസ് ദേ ഡു നോട്ട് ഒബേ റൂൾസ്. ഒരു കേരള കോണ്ടെക്സ്റ്റിലേക്കൊക്കെ വരുമ്പം പൊതുവെ കുട്ടികളുടെ കാര്യത്തിൽ പാരന്റ്സിന് കുറച്ച് എക്സ്ട്രാ കൺസേണും കെയറും ഒക്കെ ആയിരിക്കും. അവർ പറയുന്ന രീതിയിൽ ചെയ്യണം, ഇന്ന സമയത്ത് ഇതാക്കണം പിടിക്കണം എന്നൊക്കെ ഒരു ഐഡിയോളജി ആയിരിക്കും. അപ്പം ADHD ഉള്ള പിള്ളേർക്ക് അത് ഒബേ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഓട്ടോമാറ്റിക്കലി അത് പാരന്റ്സിനെ ഫ്രസ്ട്രേറ്റഡ് ആക്കും, പാരന്റ്സിനെ ഇറിറ്റേറ്റഡ് ആക്കും, പാരന്റ്സിനൊപ്പം അത്
ബുദ്ധിമുട്ട് തോന്നുന്നു. ഒക്കെ കുട്ടി ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, എന്ത് ചെയ്തിട്ടാ ഇരുത്തേണ്ടതെന്ന് അറിയുന്നില്ല, അങ്ങനത്തെ ഒരു ഇത് വന്നേക്കാം. അടുത്തത്, ഡു നോട്ട് അപ്പിയർ ടു ബി ആൻഷ്യസ്. അവരെ കാണുമ്പോൾ അവർക്ക് ഒന്നിനൊരു ടെൻഷൻ ഉണ്ടാവില്ല. ആയിക്കോട്ടെ, ചെയ്യണ്ട ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ പറയുകയാണ്, നീ ഇത് കറക്റ്റ് ടൈമിൽ ഹോംവർക്ക് കറക്റ്റ് സമയത്ത് ചെയ്തിട്ടില്ലല്ലോ, ഓക്കെ ചെയ്യണ്ട, ആയിക്കോട്ടെ, എനിക്ക് അത്രേ ഉള്ളൂ, എനിക്ക് കുഴപ്പമില്ല, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ഒന്നിനൊരു ടെൻഷനോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല. അടുത്തത്, കോമൺലി ഷോസ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് ആസ് ദേ ആർ പുവർ ഇൻ അക്കാഡമിക്സ്. അപ്പൊ അവർക്ക് LD ഉണ്ടാവുന്ന ഒരു സാധനം, അതായത് ADHD ഉള്ള കുട്ടികൾക്ക് കൊമോബിഡ് ആയിട്ട് ഇതിന്റെ ഒപ്പം തന്നെ LD ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർക്കൊന്നും പെട്ടെന്ന് ഒരു അറ്റൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ അക്കാഡമിക് കാര്യങ്ങൾ സ്കൂൾ പരമായിട്ടുള്ള ലെവലിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. ബിക്കോസ് എന്താ, അവർക്കൊന്നും ശ്രദ്ധിക്കാൻ ടൈമില്ല. ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവർക്ക് ഒരു സ്പെസിഫിക് LD, അതായത് ഇപ്പം ഡിസ്ലെക്സിയ, പോസ്റ്റ് ബിഹേവിയറൽ പ്രോബ്ലംസ് ഇൻ എലിമെന്ററി ഗ്രേഡ്സ് ഓർ ക്ലാസ്സസ്. ഇവർ ഈ ഒരു കാലഘട്ടത്തിലാണ് പൊതുവെ ഇങ്ങനത്തെ ബിഹേവിയറൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ്, ബിഹേവിയർ ഭയങ്കര മോശമായിരിക്കും. അത് പൊതുവെ ചെറിയ ക്ലാസ്സിലായിരിക്കും കാണപ്പെടുന്നത്. കാരണം ADHD എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ചൈൽഡ്ഹുഡിലാണ് കണ്ടുവരാറ്. സോ അങ്ങനത്തെ ഒരു എലിമെന്ററി കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ബിഹേവിയറൽ ഇഷ്യൂസ് പറഞ്ഞിട്ട് നമുക്ക് കൗൺസിലിംഗ് സെറ്റിംഗ്സിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. പാരന്റ്സോ ടീച്ചേഴ്സ് ഒക്കെ അവരെ കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കോസൽ ഫാക്ടേഴ്സ് നോക്കാം. അതായത് എന്തുകൊണ്ട് ADHD വരുന്നു എന്ന്. Many psychologists consider the biological factor as the genetic inheritance to be the cause of developing ADHD. അതായത് പൊതുവെ സൈക്കോളജിസ്റ്റുകളൊക്കെ കൺസിഡർ ചെയ്യുന്നത് ആളുടെ എന്തോ ഒരു ജെനറ്റിക്, അതായത് പാരന്റ്സിനോ കാരണവന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തോ ഒരു ഫാക്ടർ, ഒരു ജെനറ്റിക് ഫാക്ടറാണ്, കൈമാറി കിട്ടിയത് കൊണ്ടാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ADHD ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റി ഇൻ ചിൽഡ്രൻ മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ dietary factors such as food colorings, food addictive, food adulteration, preservatives, etc. Due to such foods, hyperactivity increases because of the extra energy consumed by the children in the form of chocolate candy, fast food, etc. ഇന്നത്തെ ഒരു കൾച്ചറിൽ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഗസ്റ്റ് വന്നാൽ ഫാസ്റ്റ് ഫുഡാണ്, പുറത്തു പോയാൽ ഫാസ്റ്റ് ഫുഡാണ്. നമുക്ക് പൊതുവെ ഫാസ്റ്റ് ഫുഡിനോട് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മുടെ ഹെൽത്തിന് തന്നെ അത് എത്രത്തോളം ഹസാർഡസ് ആണ്. അപ്പൊ ഒരു ചെറിയ കുട്ടി ചെറുപ്പത്തിലേ ഇങ്ങനെ ഫുഡ് കളറിങ്സ് ആഡ് ചെയ്ത ഫുഡുകള്, പ്രിസർവേറ്റീവ്സ്, അജ്നോമോട്ടോ പോലത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത ഒരു ഫുഡ് കഴിക്കുമ്പം അത് ഹോർമോൺസിനെ ഓൾട്ടർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുവഴി ADHDയിലേക്ക് ലീഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട്, the psychological causes of hyperactivity are based on the temperament and learning factors in addition to family pathogens, parental problems leading to hyperactivity in children. അടുത്ത പറയുന്നത് എന്താ വെച്ചാല് ടെമ്പറമെന്റ്. എന്താണ് ടെമ്പറമെന്റ്? നമ്മുടെ ബിഹേവിയറിന്, അതായത് കുറച്ചുകൂടെ ഒരു ലാസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇപ്പൊ ഒരു ആങ്കർ, ഇമോഷൻ, അതായത് നമുക്ക് പെട്ടെന്ന് ഒരാളോട് സംസാരിക്കുമ്പോൾ ടെമ്പറമെന്റ് ആണ് കാണുക, അതായത് അവർക്ക് അപ്പത്തെ ഒരു മൂഡ്. അപ്പം അതെന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഫാമിലി പാത്തജൻ, അതായത് ഫാമിലി എങ്ങനെയായിരിക്കും അതിന്നൊക്കെ ഉൾത്തിരിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. പ്രീനേറ്റൽ പ്രോബ്ലം ആയിട്ട്, അതായത് ഇപ്പം അമ്മ ഇപ്പം ഭയങ്കര ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു അമ്മയാണെങ്കിലോ, അങ്ങനെയൊക്കെ ഈ കുട്ടീനെ കൺസീവ് ചെയ്ത സമയത്ത്, കുട്ടീനെ വയറ്റിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ നല്ല രീതിയിൽ കള്ളു കുടിക്കുക അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എൻഗേജ് ചെയ്യുക, ഇതിനൊക്കെ ADHD ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ. ഇപ്പൊ പൊതുവെ നമ്മള് ഈ അഡൾട്ട് കണ്ടീഷൻസിനേക്കാളും ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്, ന്യൂറോട്ടിക് പ്രോബ്ലംസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചൈൽഡ്ഹുഡ് തൊട്ടേ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അതായത് അമ്മയ്ക്ക് ആ സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ, കുട്ടി ഏത് സമയത്താണ് കമിഴ്ന്ന് കിടന്നത്, നേരെ കിടന്നത്, ആദ്യത്തെ ഫസ്റ്റ് വാക്ക് എപ്പോഴാണ് ഉണ്ടായത്,
രണ്ട് വാക്ക് എപ്പോഴാണ് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത്. കാരണം അതൊക്കെ ആ മൈൽ സ്റ്റോൺസ് ഒക്കെ അറ്റൈൻ ചെയ്യേണ്ട ഒരു ഏജ് ഉണ്ട്. ആ ടൈമിൽ തന്നെ അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഇങ്ങനത്തെ കേസസിലേക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ടെക്നിക്സ് ആണ്. Most common treatment is the use of drug that stimulates the central nervous system. In ADHD, the counseling techniques used are more of the less the same as the ones used in learning disability. പൊതുവെ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം CNS ഈ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന പറയുന്നത്. സോ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അതിനെ ആക്ടിവേറ്റ് ആക്കുന്ന, അതായത് കോൺസെൻട്രേഷനും അറ്റൻഷനും ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസിനെ നമ്മൾ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട്, മരുന്നുകൾ യൂസ് ചെയ്തിട്ട് സ്റ്റിമുലേറ്റ് ആണ് ചെയ്യാറ്. പിന്നെ പൊതുവെ നമ്മളൊരു കൗൺസിലിംഗ് സെറ്റിംഗിലേക്ക് വരുമ്പം LD ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു സെയിം കൗൺസിലിംഗ് ടെക്നിക്സ് ഒക്കെ തന്നെയാണ് ADHD ഉള്ള കുട്ടിക്കും കൊടുക്കുന്നത്. In ADHD, these counseling techniques are used along with medications. Psychosocial approaches of counseling may also be used. The medication is seen effective only when it is combined with behavior modification, parental training, etc., and has been found to be more effective in changing the social behavior of ADHD. അപ്പൊ ADHD പൊതുവെ ADHD ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്താൽ അതിന് ഇഫക്ട് വരണമെങ്കിൽ പൊതുവെ നമ്മൾ മെഡിക്കേഷൻസ്, അതായത് മരുന്നുകളും കൂടെ ആഡ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇപ്പൊ ബിഹേവിയർ മോഡിഫിക്കേഷൻ മാത്രം കൊടുത്തെന്ന് വെച്ചിട്ട് കുട്ടിക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവണം എന്നില്ല. അതിന് നമ്മൾ മെഡിക്കേഷൻസും കൂടെ ആഡ് ചെയ്യണം. മാത്രമല്ല പാരന്റ്സിന് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്, സൈക്കോ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കണം ADHD ഉണ്ടെങ്കിൽ. അടുത്തത് counseling the parents of child and involving them in the treatment plan and behavioral aspect of the treatment are extremely important. It is the duty of the counselor that after diagnosing the problem correct, information about the disorder should be given to parents or caretakers, which should indicate its neutral course, positive cases, prognosis, and without treatment. അതായത് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഓരോ ചൈൽഡും ഡിഫറെന്റാ. ഇപ്പൊ ആ കുട്ടി കൗൺസിലിംഗ് സെറ്റിംഗിലേക്ക് വരുമ്പം ആ കുട്ടിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു രീതിയിലായിരിക്കും, വീട്ടിൽ വേറൊരു രീതിയിലായിരിക്കും. സോ ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അവർക്ക് വേണ്ട പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് പാരന്റ്സിനെയും കൂടെ അടുത്തിരിക്കുക. ബിക്കോസ് പാരന്റ്സിനായിരിക്കും അറിയുന്നത് കുറച്ചുകൂടെ, അതായത് കുട്ടിക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് കുട്ടീനെ എൻഗേജ് ആക്കുന്നത്, എത്ര ടൈം എടുക്കും, എന്തൊക്കെയാണ് നമ്മൾ കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള പോലത്തെ കാര്യങ്ങൾ. പിന്നെ കറക്റ്റ് പാരന്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതിന്റെ ഒരു കോഴ്സ് എങ്ങനെയാണ്, ഇതിന് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ട്, പ്രൊഗ്നോസിസ്, അതായത് എത്ര ടൈം എടുക്കും, മരുന്ന് കൊടുത്താൽ എത്ര ടൈം കൊടുക്കും, മരുന്നില്ലാതെ നമ്മളിപ്പോ CBT അങ്ങനെ എന്തെങ്കിലും ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര ടൈം കൊടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് പാരന്റ്സിനെ പറഞ്ഞു ധരിപ്പിക്കേണ്ടതാണ്. They should also be given practical suggestions for the daily management of their child. Example, parents must learn the importance of avoiding stressful situation known to cause difficulty and excessive fatigue. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരന്റ്സിന് കറക്റ്റ് നമ്മൾ പാരന്റ്സിന് ചാർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടി ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഏത് ടാസ്ക് കൊടുത്താൽ ഭയങ്കരമായിട്ട് കുട്ടി ടയേർഡ് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാരന്റ്സിന് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. During the parental counseling, the parents can be taught the general principle of structuring the child's environment to include regular routine and proper limits set on the child behavior. പാരന്റൽ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ നമുക്കൊരു ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ട്, അതായത് കുട്ടീന്റെ എൻവയോൺമെന്റ്, കുട്ടീന്റെ സ്കൂള് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് എങ്ങനെ ഏതൊക്കെ റൊട്ടീൻസ് ആണ് കുട്ടി ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ ലിമിറ്റ്സ് വെക്കണം കുട്ടീന്റെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട്. According to the need, and if the counselor feels that family counseling is required, then the same should be taken up with the family members. Such family counseling may help because family therapy is an umbrella. The whole family is the unit by which ADHD child in the family can be treated. അപ്പം മെജോറിറ്റി കേസിലും ഒരു ഫാമിലി തെറാപ്പിയും കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഒരു സ്കൂൾ സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു വീട്ടിലത്തെ സെറ്റ് കഴിഞ്ഞാൽ കുട്ടി അടുത്തത് ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ കുട്ടീനെ ഇപ്പൊ ഒരു ഭയങ്കരമായിട്ട് ബുള്ളിങ് അല്ലെങ്കിൽ മോക്കിംഗ് ഒക്കെ അനുഭവിക്കുന്ന, കളിയാക്കലൊക്കെ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ബാക്കി ഫാമിലി മെമ്പേഴ്സിന്. അവർക്ക് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്.
The counselor must focus on the behavior therapies or counseling, which includes social modeling, and ഏതൊക്കെ ബിഹേവിയർ മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ലേൺ ചെയ്യുന്ന ബിഹേവിയേഴ്സ്, പുതിയ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങളൊക്കെ. പിന്നെ ചില സിറ്റുവേഷൻസിൽ ഇപ്പൊ ഞാൻ നന്നായി ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രേസ് ചെയ്യുന്നത്, അത് ഓക്കെ വെൽ ഡൺ എന്ന് പറയുകയൊക്കെ ചെയ്യണം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. കുട്ടിക്ക് നമ്മൾ അതും കൂടെ ടീച്ച് ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ ബിഹേവിയേഴ്സ് മോഡൽ ചെയ്യണം, നമ്മൾ എപ്പൊക്കെ നമ്മൾ പ്രേസ് ചെയ്യണം ആളെ. അങ്ങനെ ഒരു ബിഹേവിയർ, ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി എടുക്കുക. അടുത്തത്, apart from this, if required, integrative counseling technique can be used by the counselor. Moreover, medication and yoga has been demonstrated to be extremely effective in treating ADHD. അപ്പം ഒരു ഇന്റഗ്രേറ്റീവ് കൗൺസിലിംഗ്, അതായത് കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പിയും കൂടെ ചെയ്താൽ അത് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആവുന്ന പറയുന്നത്. അത് വേണ്ട കേസസിൽ കേട്ടോ, എല്ലാ കേസസിലല്ല, വേണ്ട കേസസിൽ. അതേപോലെ തന്നെ യോഗ, അങ്ങനത്തെ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും യോഗ എഫക്റ്റീവ് ആവണമെന്നില്ല. ചിലപ്പോൾ യോഗ ചെയ്തിട്ട് ആൻസൈറ്റിയും സ്ട്രെസ്സും കൂടുന്ന ആൾക്കാരുണ്ട്. സോ ഓരോ കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എന്താണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്? ഇത് എന്നിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എന്താണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ഒരു കൺക്ലൂഷനും കൂടെ കൊടുക്കും. സോ ടൈം ആയോ? ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ? Discuss the meaning and assumptions of solution-focused counseling. Analyze the potentials and limitations of solution-focused counseling. ഒരു മിനിറ്റ്. സോ യൂണിറ്റ് 8 ആണ് സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ് ആൻഡ് ഇന്റഗ്രേറ്റീവ് കൗൺസിലിംഗ് വരുന്നത്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാല് സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗിന്റെ മീനിങ്ങും അതിന്റെ പൊട്ടൻഷ്യൽസും ലിമിറ്റേഷൻസും നോക്കാനാണ്. സോ സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ബ്രീഫ് തെറാപ്പിയാണ്. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മള് ഫോക്കസ് ചെയ്യുന്നത് സൊല്യൂഷനെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഞാൻ കരിയറിൽ എന്ത് ഫോക്കസ് ചെയ്യണമെന്ന് സ്റ്റക്കാണെന്ന്. സോറി, സൊല്യൂഷൻ, ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്ന് അറിയുന്നില്ല, ഞാൻ ഭയങ്കര ബയാസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, എന്താണ് എനിക്ക് ബെസ്റ്റ് എന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ് ആയിരിക്കും. കാരണം ആൾക്ക് വേണ്ട ആൻസർ എന്ന് പറയുന്നത് ഒരു കരിയർ ചൂസ് ചെയ്യിക്കാനാണ്. അതാണ് ആളുടെ ഗോള്. ഇപ്പൊ നമ്മൾ വരുമ്പോ അവരുടെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ ഗോൾ എന്താ? അപ്പൊ ആള് പറയുകയാണെങ്കിൽ എനിക്കൊരു കരിയർ ചൂസ് ചെയ്യണം. അപ്പൊ അതാണ് ആളുടെ ഗോള്. അപ്പൊ നമ്മളിവിടെ പ്രോബ്ലത്തിനെയല്ല ഫോക്കസ് ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ട് അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നു ആ സാധനത്തിനല്ല, ആൾക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും ഇഫക്റ്റീവ് ആവുന്ന രീതിയിൽ ഒരു ആൻസറാണ് വേണ്ടത്. ഇതൊക്കെ സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗിനാണ് കൊടുക്കാൻ പറ്റുക. ആൻഡ് പേര് പോലെ തന്നെ ഇതൊരു ബ്രീഫ് കൗൺസിലിംഗ് ആണ്. അതായത് ചെറിയ ടൈമിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ജനറേറ്റ് ചെയ്ത് വിടാൻ പറ്റും. അത് ആൾക്കാരുടെ സ്ട്രെങ്തില്, ആൾക്കാരുടെ പോസിബിലിറ്റീസില്, കോമ്പിറ്റൻസിൽ, അതായത് സ്കില്ലില്, കാര്യത്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി is a form of brief therapy. The number of session varies, but it is usually under 10 sessions with an average of 4 or 5. സൊല്യൂഷൻ ഫോക്കസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രീഫാ. അതായത് ഒരു ആവറേജ് എന്ന് പറയുന്നത് 4 or 5 സെഷനുള്ളിൽ ആൾക്ക് നമുക്ക് കറക്റ്റ് സാധനം കൊടുത്തിട്ട് വിടാൻ വേണ്ടി പറ്റും.
അത് പൊതുവെ ഒരു മാക്സിമം ഒരു 10 സെഷൻ വരെ പോവാം. പക്ഷെ ഒരു 4-5 സെഷൻ ആകുമ്പോഴേക്കും ആൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. Sometimes just one session is adequate. Most counseling approaches focus on problems, thus implying that something is wrong with the client. അതായത് ഒറ്റ സെഷൻ കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്ത് വിടാൻ വേണ്ടി പറ്റും. അതായത് പൊതുവെ മിക്ക കൗൺസിലിംഗിലും ആൾക്കാരെ പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ കരിയർ എന്ത് ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് വരികയാണ്. അപ്പൊ നമ്മൾ ആൾക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. ആൾക്ക് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? അപ്പൊ അയാൾ കുറച്ച് കോഴ്സ് പറയും. നമ്മൾ അതല്ലാതെ ഏത് കോഴ്സാണ്, അതൊരു സെക്കൻഡ് ഓപ്ഷൻ ആക്കി വെക്കാൻ വേണ്ടി പറയും. പിന്നെ അയാളോട് തന്നെ നമ്മൾ പറയാണ്, ഈ കോഴ്സ് ഏറ്റവും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് കണ്ടുപിടിച്ച് വരാം. അത് അവിടെ ആ യൂണിവേഴ്സിറ്റിന്റെ സ്ട്രെങ്ത് എന്താ, അവിടെ പഠിച്ചാൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്, ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്, എന്തൊക്കെ വീക്ക്നെസ്സസ് ഉണ്ട്, എന്ത് മോശം, ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണോ, ഓപ്പർച്യൂണിറ്റീസ് കുറവാണോ. ആ ആളെടുത്ത് തന്നെ ഇങ്ങനെ എല്ലാ ഓരോ കരിയർ ഓപ്ഷനിലും നോക്കി കണ്ടുപിടിച്ച് വരാൻ വേണ്ടി പറയാം. അപ്പൊ തന്നെ അയാൾക്ക് ഒരു ഐഡിയ കിട്ടും, ഓക്കെ എന്റെ സ്ട്രെങ്ത് ഇതൊക്കെ തന്നെയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആൾക്കൊരു പോസിറ്റീവ് ഓറ ഉണ്ടാക്കി കൊടുക്കുക. അതായത് ആളുടെ കഴിവിനെ അവിടെ ഫോക്കസ് ചെയ്യുന്നത്, അയാളുടെ കഴിവില്ലായ്മേനെയല്ല. സോ അതെന്ന് പറയുന്നത് ഭയങ്കര എളുപ്പവും എഫിഷ്യന്റ് ആയിട്ടും ഭയങ്കര റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഫോമാണ് സൊല്യൂഷൻ ഫോക്കസ്ഡ് എന്ന് പറയുന്നത്. In contrast, the solution-focused counseling takes a positive approach on the client and puts emphasis on the generation of solution based on the strength and essence of the client. അതായത് ക്ലയന്റിന് എന്തൊക്കെ കഴിവുണ്ട്, ക്ലയന്റിന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, സ്കിൽസ് ഉണ്ട്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് ആൻസർ കൊടുക്കുക. സോ അത് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് അപ്രോച്ച് ആയിട്ട് നമുക്ക് പറയാം. അടുത്തത് ഇതിന്റെ നമ്മൾ പൊട്ടൻഷ്യൽസും ലിമിറ്റേഷൻസ് ആണ് നോക്കാൻ വേണ്ടി പറഞ്ഞത്. According to Ibsen, since its origin in the mid-1980s, solution-focused brief therapy has proved to be an effective intervention across the whole range of problem presentations. അപ്പൊ ഇബ്സൺ പറയാണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു 1980s കാലഘട്ടത്തിലാണ്. അപ്പൊ തൊട്ട് തന്നെ ഇത് ബാക്കിയുള്ള തെറാപ്പീസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. കാരണം എന്താ, ഒരാള് നമ്മളെടുത്ത് വരുമ്പോൾ അയാൾക്ക് വേണ്ട ഗോള് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന സാധനങ്ങളാണ്, അയാളുടെ എന്തൊക്കെ വേണമെന്ന് കറക്റ്റ് അയാളുടെ സ്ട്രെങ്ത്തിന്റെ ബേസിൽ നമുക്ക് സുഖമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഒറ്റ സെഷൻ കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. SFB has wide applications, especially in the school setting. The school counselor has an enormous task of providing counseling to all the students in the school. Given this, the practicing school counselors find it difficult to find the counseling theoretical approaches which can be effectively used for the school setting. ഇപ്പൊ നമ്മളൊരു കൗൺസിലർ ആയിട്ട് ഒരു സ്കൂൾ സെറ്റിംഗിലേക്ക് പോകുമ്പോൾ എല്ലാ കുട്ടികളും നമുക്ക് ഈക്വലി ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വലിയ CBTയോ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പം അത് ഏറെക്കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അവിടെയാണ് ഈ സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് കൗൺസിലിംഗ് എഫക്റ്റീവ് ആവുന്നത്. ഒരു കുട്ടി വരുന്ന ആ കുട്ടി പറയുന്നത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പൊ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം, പെട്ടെന്ന് ആ കുട്ടിന്റെ സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് ഏത് ഫോക്കസ് ചെയ്യാം, ഇങ്ങനെ രീതിക്ക് പഠിക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഇത് സ്കൂൾ സെറ്റിംഗിൽ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് മെത്തേഡാണ്. അടുത്തത്, though the counselors need to know all the theoretical approaches including psychodynamic, behavioral, transactional analysis, cognitive behavioral, Adlerian and person-centered, they face a tough task to use the counseling strategies that can actually be applied given to the realities of a school setting. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൗൺസിലർ എന്ന രീതിയിൽ നമ്മൾ എല്ലാ അപ്രോച്ചസും എല്ലാ തെറാപ്പീസും അറിഞ്ഞിരിക്കണം. പക്ഷെ ഒരു സ്കൂൾ സെറ്റിംഗിലേക്ക് വരുമ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കാരണം സൈക്കോ ഡൈനാമിക് അല്ലെങ്കിൽ സൈക്കോ അനാലിറ്റിക് ഒക്കെ എടുക്കുകയാണെങ്കിൽ എത്രായിരം സെഷൻസ് വേണം. നമ്മൾ ഹിസ്റ്ററി ചൈൽഡ്ഹുഡ് തുടങ്ങണം. CBTക്ക് ആണെങ്കിൽ നമുക്കൊരു ചൈൽഡ് എക്സ്പീരിയൻസ് നമ്മൾ ബ്രീഫായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് മെജോറിറ്റി എല്ലാ തെറാപ്പീസിനും വേണ്ടി വരുന്നുണ്ട്. ഇത് പക്ഷെ അതിന്റെ ആവശ്യമില്ല. ടക്ക് നമുക്ക് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു 10-15 മിനിറ്റ് സെഷന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. In this scenario, the solution-focused therapy offers them a great technique which has effective application in the school setting.
SFBC gives rise to the immediate observable changes in the behavior which the client often want. ഒരു ക്ലയന്റ് നമ്മളെ അടുത്ത് വരുമ്പോൾ അയാൾക്ക് ആദ്യം എന്താ വേണ്ടത്? അയാൾക്ക് കറക്റ്റ് ഒരു റിസൾട്ട് വേണം. അപ്പൊ സൊല്യൂഷൻ ഫോക്കസ്ഡ് ഈ കൗൺസിലിങ്ങിന് പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ക്ലയന്റ് ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവാണ്. ഓക്കെ, ക്ലയന്റ് വിചാരിക്കുകയാണ് എനിക്ക് കുറെ പെട്ടെന്നായിട്ട് റിസൾട്ട് കാണുന്നുണ്ട്, സോ ഇത് ഇഫക്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്റെ ഹോപ്പ് കംപ്ലീറ്റ്ലി പോയിട്ടില്ല, എനിക്ക് ഇനിയും വർക്ക് ചെയ്താൽ നല്ല രീതിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് അപ്രോച്ച് ക്ലയന്റ് കൂടെ എടുത്താണ്. Solution focused therapy helps in bringing about quick changes. This also helps motivate the client. ക്ലയന്റ് ഉദ്ദേശിക്കുന്ന ചേഞ്ച് ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. സോ ക്ലയന്റ് ഇവിടെ മോട്ടിവേറ്റഡ് ആവാം. അടുത്ത സെഷനിൽ വരാൻ ക്ലയന്റ് ഉഷാറായിരിക്കും. നമ്മൾ പറയുന്ന ആക്ടിവിറ്റീസ്, ഹോംവർക്ക് ഒക്കെ അയാൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കും, നല്ല വൃത്തിയിലൊക്കെ ചെയ്യും. ഇനി മെറിറ്റ്സ് ആണ് SFBCന്റെ. ഇത് കുറച്ചുകൂടെ ആക്ഷൻ ഓറിയന്റഡ് ആണ്. അതായത് ബാക്കി തെറാപ്പീസിനെ വെച്ച് നോക്കുമ്പോൾ റിസൾട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇറ്റ് ഇസ് ബ്രീഫ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ഇറ്റ്സ് നെയിം ആൻഡ് ലെസ് എക്സ്പെൻസീവ് ആസ് ലെസ് നമ്പർ ഓഫ് സെഷൻസ് ആർ റിക്വയർഡ്. കുറച്ച് ടൈമിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് സെഷനും മതി. അതുകൊണ്ട് തന്നെ എന്താ, എക്സ്പെൻസീവ് ആയിരിക്കില്ല. പെട്ടെന്ന് സെഷൻസ് കുറയും, അതുകൊണ്ട് എക്സ്പെൻസീവ് ആയിരിക്കില്ല, ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. Counselors who use this method make a conscious use of time by engaging the client quickly and keeping the client focused on goals and priorities. വന്ന ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് ക്ലയന്റിന്റെ ഗോൾസ് എന്താണ്, ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ക്ലയന്റിനും അതേപോലെ തന്നെ കൗൺസിലറിന് ഒരു ധാരണ ഉണ്ടാക്കാം. ക്ലയന്റിനെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. SFBC is strength based. It focuses on the strength and skills and resources of the client. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കാരണം ക്ലയന്റിന്റെ സ്കില്ലിനെയും അയാളുടെ കഴിവിനെയും അയാൾക്കുള്ള റിസോഴ്സസ് എന്തൊക്കെ അവൈലബിലിറ്റി ഉണ്ട് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും SFBC ഉള്ളത്. അടുത്തത് SFBC uses the positive expectations of therapist to affect client success. ഒരു തെറാപ്പിസ്റ്റിന്റെ പോസിറ്റീവ് എക്സ്പെക്ടേഷൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് എഫക്ട് ചെയ്യും. ഒരു തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ച ഗോള് ക്ലയന്റ് പെട്ടെന്ന് അച്ചീവ് ചെയ്യുമ്പോൾ അത് നമ്മളെയും ഒരു റീഇൻഫോഴ്സ് ചെയ്യും, നമ്മളെയും മോട്ടിവേറ്റ് ചെയ്യും. സോ ഒരു ക്ലയന്റ് എന്ന ഒരു തെറാപ്പിസ്റ്റ് എന്ന രീതിയിൽ നമുക്കും അത് ഈക്വലി അപ്പീലിംഗ് ആയിരിക്കും. Clear goals are identified early on in the process of solution-focused counseling. Because of this, both client and counselor know what success will look like and can more easily identify when therapy is no longer needed. നമ്മൾ പറയുന്ന പോലെ വന്ന് ആദ്യത്തെ ഒരു സെഷനിൽ തന്നെ ഗോള് നമ്മൾ സെറ്റ് ചെയ്യും. സോ അപ്പൊ തന്നെ ക്ലയന്റിനും മനസ്സിലാവും, തെറാപ്പിസ്റ്റിനും മനസ്സിലാവും അടുത്തത് ഇനി എന്താ ചെയ്യണ്ടേ, നമ്മൾ അച്ചീവ് ചെയ്തോ, എവിടെ നിർത്തണം എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടെ ബാക്കി തെറാപ്പിസ്റ്റിനെ വെച്ച് സുഖമായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഭയങ്കര ഈസി ആയിരിക്കും. SFBC may help in reducing the symptoms of stress, anxiety and depression, and interpersonal relationships may be improved. Stress, anxiety, depression, interpersonal relationships ഇതിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ, ഈ ഡിസോർഡേഴ്സ് ഒക്കെ അതിന്റെ ഒരു തീവ്രത കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരാളെ പോസിറ്റിവിറ്റിനെ എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി എന്റെ അടുത്ത് ഒരാൾ പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് എന്താ വിചാരിക്കാം, ഓക്കെ എന്റെ കഴിവ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സോ ഇത് എനിക്ക് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു സാധനം വരുമ്പോൾ ഇതൊരു പോസിറ്റീവ് സൈക്കോളജിന്റെ ഒരു സാധനത്തിലേക്ക് ഇത് പോകും. അതായത് നമുക്ക് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഡെയിലി ലൈഫിൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് സുഖമായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ അതാണ് SFBC വരുന്നത്. അത് ക്ലിയർ ആണോ? SFBC എന്താണ്, അതിന്റെ പൊട്ടൻഷ്യൽസും ലിമിറ്റേഷൻസ് ഒക്കെ? ലിമിറ്റേഷൻസ് ഇല്ലല്ലോ ഇതിനകത്ത്. ലിമിറ്റേഷൻസ് ഒന്ന് ടൈപ്പ് ചെയ്തിടൂ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ലിമിറ്റേഷൻസ് ഈ നോട്ടിൽ പറയുന്നില്ല ആക്ച്വലി. പക്ഷെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിൽ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അതായത് ഇത് ക്രോണിക് ആയിട്ടുള്ള ഒരു മെന്റൽ ഇൽനെസ് ഉള്ള അല്ലെങ്കിൽ സൈക്കോസിസ് ഉള്ള ഒരാളിന് ആപ്ലിക്കബിൾ ആണോ? അല്ല, ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ നമ്മള് ചില ക്ലയൻസിന്, എല്ലാ ക്ലയൻസും അല്ല പക്ഷെ ചില ക്ലയൻസിലുണ്ട്, അതായത് ഓവറായിട്ട് അവരുടെ പോസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇയാൾ എന്തിനാ എന്റെ പോസിറ്റിവിറ്റിയിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നേ, അപ്പൊ എന്താ അപ്പൊ എനിക്കൊരു തുല്യേ എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് വന്നേക്കാം. അല്ലെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് നമ്മൾ സൊല്യൂഷനിൽ മാത്രം ഫോക്കസ് ചെയ്യാം, അപ്പൊ അവിടെ ഹിഡൻ ആയി കിടക്കുന്ന ഒരുപാട് പ്രോബ്ലം ഉണ്ടാവും.
അതിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യാണ്, അതായത് ക്ലയന്റിന്റെ ഗോൾ ഇതാണ്, ക്ലയന്റ് വന്ന് പറയാണ് ഇതാണ് എന്റെ ഗോൾ, അപ്പൊ നമ്മൾ ഓക്കെ ഇത് തന്നെയാണ്, അതിലപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കുന്നില്ല. സോ അവിടെ നമുക്ക് അത് നമ്മളൊരു തെറാപ്പീനെ എഫക്ട് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് അത് കിട്ടണമെന്നില്ല. അടുത്തതെന്ന് വെച്ചാല് നമ്മൾ ഭയങ്കരമായിട്ട് ക്ലയന്റിന്റെ മോട്ടിവേഷനെ റിലൈ ചെയ്തിട്ടാ പോകുന്നത്. ക്ലയന്റ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ഈ തെറാപ്പി അങ്ങനെ പോകും. ക്ലയന്റ് ചെയ്യുന്നില്ല, ക്ലയന്റിന് മോട്ടിവേഷൻ ഇല്ല, പോരാന്നുള്ള ഭയങ്കര സിവിയർ ഡിപ്രഷന്റെ ഒക്കെ കേസിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എത്രത്തോളം അയാൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവും? വളരെ കുറവായിരിക്കും. സോ അങ്ങനത്തെ ഇതിൽ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് വർക്ക് ആവണം എന്നില്ല, പക്ഷെ എക്സെപ്ഷൻസ് ഉണ്ടായേക്കാം. അടുത്തത് കൾച്ചറൽ ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത് അത്ര ഈസിലി ആപ്ലിക്കബിൾ ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ വിചാരിക്കുന്നു തന്റെ ഗോൾ ഇതാണെന്ന്, അത് പക്ഷെ അതായിരിക്കില്ല ക്ലയന്റ്, അല്ലെങ്കിൽ ക്ലയന്റ് അവിടെ ചൂസ് ചെയ്യാണ്. അപ്പൊ ക്ലയന്റ് പറയാണ്, ചില ക്ലയന്റ്സ് ഒക്കെ ഉണ്ട്, അതായത് ഞാൻ വന്നത് ഇപ്പൊ ഡോക്ടറെന്ന് ചിലർ വിളിക്കുന്നവര്, ഞാൻ വന്നത് ഡോക്ടറിന്റെ അടുത്ത് എന്റെ പ്രശ്നം പറയാനല്ലേ, അല്ലാതെ ഇത് എന്നോട് ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കുന്നു എന്റെ ഗോൾസ് എന്താണെന്ന്, ഇതെങ്ങനെ വർക്ക് ആവും? അങ്ങനത്തെ ഒരു സാധനം വന്നേക്കാം. അടുത്തത് ഷോർട്ട് ടേം, അതായത് നമ്മൾ പെട്ടെന്ന് നമ്മളെ കൗൺസിലിംഗ് സെഷൻ കാര്യങ്ങളൊക്കെ കഴിയുന്നു, പെട്ടെന്ന് റിസൾട്ട് കാണുന്നു, അപ്പൊ അത് റിലാപ്സ് ചെയ്ത് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കാം. കാരണം നമ്മൾ അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ അൺറിസോൾവ് ആയിട്ട് ഒരുപാട് കോൺഫ്ലിക്ട്സും കാര്യങ്ങളും കിടക്കുന്നുണ്ടാവാം. സോ അത് റിലാപ്സ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ താങ്ക് യു, അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.